ഹായ്. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ മെഞ്ഞാന്ന് ഇവിടെ എക്സിബിഷൻ നടക്കുന്നിടത്ത് പോയിട്ട് എടുത്ത ഡ്രസ്സ് നിങ്ങളെ ഞാൻ കാണിച്ചില്ലല്ലോ. ഞാൻ ആക്ച്വലി അച്ചയ്ക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു ജോഡി ഡ്രസ്സ് പീസ് എടുത്തു. അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തത് അവിടെ വെച്ച് കാണിക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ എടുത്ത ഷർട്ടുകൾ ഏതാണെന്നൊന്നും എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ല. ഞാനത് കാണിക്കുന്നതിന് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷർട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നല്ല ഖാദി ടൈപ്പ് ഷർട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാറ്. ആക്ച്വലി ഞാനാണെങ്കിൽ 5 ഷർട്ട് മേടിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വില വന്നിട്ട് 250 രൂപയായിരുന്നു ഇതിൻ്റെ വില. 250 രൂപ അവർ പറഞ്ഞു. ഞാൻ ബാർഗെയിൻ ചെയ്ത് 200 രൂപയ്ക്ക് ചോദിച്ച് നോക്കി, പക്ഷെ കിട്ടിയില്ല. 220 രൂപ വെച്ചിട്ട് ഇത് ചെയ്തു. ഒരു എന്താ പറയുന്നത്, ഖാദി ടൈപ്പാണ്. പക്ഷേ ഇത് ഇച്ചിരി ഒന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഷ്രിങ്ക് ആവും. അത് നമ്മൾ എപ്പോഴും എടുക്കുന്ന സൈസിനെക്കാട്ടി ഒരു സൈസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കും. അല്ലാതെ നമ്മൾ കറക്റ്റ് സൈസ് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതൊന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല തുണിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയത്തൊക്കെ ഇടാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഡെയിലി യൂസിന് ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ കെട്ടിയവന് പിന്നെ ഹാഫ് സ്ലീവ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് മേടിച്ചു. അവിടെ പിന്നെ കുറേ ഹാഫ് സ്ലീവിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു കളറ്. അങ്ങനെ ഞാൻ 5 എണ്ണം വാങ്ങിച്ചു. ഇത് വേറൊരു കളറ്. ഇത് വന്നിട്ട് കുറച്ചൊരു എന്താ പറയുന്നത്, ബ്രൗണിഷ് കളറാണ്. കുറച്ച് ബ്രൗണിനകത്തൊരു ലൈന് വെട്ടം അടിക്കുന്നതുകൊണ്ട് എൻ്റെ കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ? ഇതാണ് ഇനിയൊരു കളറ്. ഇനിയൊരെണ്ണം വന്നിട്ട് ഗ്രേ. അത് കഴിഞ്ഞിട്ട് ഇനിയൊരെണ്ണം വന്നിട്ട് റെഡ് അല്ല, സോറി, മെറൂൺ റെഡാണിത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം ഉണ്ട്. ഞാനിതൊന്ന് ബട്ടൺസൊക്കെ ഊരിയതാണ്. എൻ്റെ കെട്ടിയവൻ ഇന്നലെ അത് കറക്റ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞ് ഞാൻ വെച്ച് ഒന്ന് ഇട്ട് നോക്കിയായിരുന്നു. അപ്പം ഞാനത് അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തേ വെച്ച് ഇടണം. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ പടി പോലെ ഇരിക്കും. അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തുണി ഒന്ന് സോഫ്റ്റ് ആവും, പിന്നെ ഇച്ചിരി ഒന്ന് ഷ്രിങ്ക് ആവുകയും ചെയ്യും. അപ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ ഞാൻ 5 ഷർട്ട് മേടിച്ചു. പക്ഷേ ഇത് 220 രൂപയ്ക്ക് ലാഭമല്ലേ ഈ ഷർട്ട്? 250 പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ടാണ് 220 രൂപയ്ക്ക് മേടിച്ചത്. അവർക്ക് ഡെയിലി കമ്പനിയിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഇത് ഷെയർ ചെയ്തതിൻ്റെ കാര്യം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ 250 പറയുകയാണെങ്കിൽ 250 രൂപ തന്നെ കൊടുക്കേണ്ട, കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് കുറച്ച് മേടിക്കാം കേട്ടോ. ഞാൻ ഷർട്ട് മേടിച്ചത് പഴയ എക്സിബിഷൻ സെൻറ്ററിൽ നിന്നാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് പുതിയതൊന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് കേട്ടോ. ഒരു പക്ഷേ എങ്കിലും പിന്നെ എൻ്റെ കൂട്ടുകാർ പുതിയടുത്ത് ചെല്ലുന്ന സമയത്ത് ഇതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ പുതിയടുത്ത് ഞാൻ ഈ ഷർട്ട് കണ്ടില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം അവിടെ എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നോക്കാൻ തിരിച്ച് വെറുതെ ഒന്ന് പോയായിരുന്നു. പക്ഷെ അവിടെ അപ്പം ഷർട്ട് അന്നേരം സ്റ്റാർട്ട് ആയിട്ടില്ലായിരുന്നു. ഇനിയിപ്പോൾ പുതുതായിട്ട് ഓരോ കടകൾ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ. അപ്പം ചിലപ്പം വരുമായിരിക്കും, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഇത് മേടിച്ചത് പഴയ എക്സിബിഷൻ സെൻറ്ററിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാനെടുത്ത ഒരു ഡ്രസ് പീസ്. എനിക്ക് യെല്ലോ എന്ന് പറയുന്നത് എൻ്റെ വീക്ക്നെസ് ആണ് കേട്ടോ. ലെമൺ യെല്ലോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ലെമൺ യെല്ലോ. അപ്പോൾ ഇത് വന്നിട്ട് പാൻറ്റിൻ്റെ പീസ്. അത് കഴിഞ്ഞിട്ട് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂക്കളാണ്, പക്ഷേ എങ്കിൽ തുണി ഭയങ്കര സോഫ്റ്റ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഡ്രസ് പീസ്. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാമല്ലേ? സംഭവം കൊള്ളായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ തുണി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് നല്ലൊരു എന്താ പറയുന്നത്, കംഫർട്ട് ഫീൽ ആവും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വർക്കായിട്ടൊന്നുമില്ല, പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് വീനെക്കാണ്. എൻ്റെ കൂട്ടുകാർക്ക് കാണണോ? വീനെക്ക്. പക്ഷേങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്കും ഗ്രീനും ഒക്കെ ആയിട്ട് ത്രെഡിൻ്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ലേസ് വെച്ചിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈഡിലായിട്ട് ആ ലേസ് അങ്ങനെ സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് വന്നിട്ട് താഴെ ബോട്ടം വരത്തില്ലേ, ബോട്ടം ഭാഗത്തായിട്ട് ഈ ലേസ് അങ്ങനെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിൻ്റെ ടോപ്പ്. പക്ഷേങ്കിൽ എനിക്ക് ഈ വീനൊക്കെ ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഞാൻ എംബ്രോയിഡറിയും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തോന്നും. നല്ലൊരു രസമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ യെല്ലോ ലെമൺ യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഞാൻ ഈ ഡ്രസ്സ് മേടിക്കാൻ പോകുന്ന ഒരു പ്ലാനും ഇല്ലായിരുന്നു. ഞാൻ വെറുതെ അവിടെ പോയ സമയത്താണെങ്കിൽ ഇങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ അവരോട് റേറ്റ് ചോദിച്ചതാണ്. അപ്പോൾ ആൾ പറഞ്ഞു 1500 എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ അയാൾ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ പറഞ്ഞു 1000 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അയ്യോ നിങ്ങൾ ആദ്യത്തെ ബോണിയാണ്, ആരും വാങ്ങിച്ചിട്ടില്ല, അപ്പോൾ ആദ്യമായിട്ട് വില പറഞ്ഞിട്ട് വാങ്ങാതെ പോകാൻ പാടില്ല, അതുകൊണ്ട് വാങ്ങിക്ക് 1300 200 എന്നൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ 1050 കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഷോൾ എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഷോളാണ് ഇത്.
ഷോള് നല്ല ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ ലെങ്ത് കുറവാകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇല്ല, നല്ല ലെങ്തി ആയിട്ടുള്ള ഷോളാണ്. ഈ ഷോളിൻ്റെ സൈഡിലായിട്ട് ആ ഡ്രസ്സിൻ്റെ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സൈഡ്. അത് ഫുള്ളൊരു യെല്ലോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ്. അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ എന്താ പറയുന്നത് കളക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ഈ ഷോളിൻ്റെ തന്നെ സെപ്പറേറ്റ് കടകളുണ്ട്, പല തരത്തിലുള്ള ഷോളുകൾ കിട്ടും അങ്ങനെ. പക്ഷേ 1000 റുപ്പീസ്, 800 റുപ്പീസ്, 900 റുപ്പീസ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വില. പക്ഷെ നല്ല ഷോളുകൾ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോയില്ല. പിന്നെ ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും കൊണ്ടും എന്തെങ്കിലും ഒന്നും വാങ്ങാതെ വരത്തില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2 ടോപ്പ് എടുത്തു. ഈ പ്രാവശ്യം പോയപ്പോൾ ഇങ്ങനെ ഒരു ഡ്രസ് പീസ് എടുത്തു. പിന്നെ അച്ചയ്ക്ക് ഷർട്ട് മേടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഞാനും ഒരു ഡ്രസ് പീസ് എടുത്തു. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇതൊന്ന് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു എന്താ പറയുക സ്റ്റിഫായിട്ട് നിൽക്കും. ഇതുപോലെ ലൈനിങ് വെക്കാതെ തയ്ച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് ലിസിയുടെ അടുത്ത് കൊടുത്തും തയ്ക്കണം. ഞാനാണെങ്കിൽ അന്ന് ഓണത്തിന് ഇട്ട ഡ്രസ്സ് പിന്നെ എൻ്റെ ഫ്രണ്ട് ലിസിയാണ് തയ്ച്ചത്. അന്ന് ഞാൻ ആക്ച്വലി അവളുടെ പേരൊന്നും പറഞ്ഞില്ല. അപ്പം പറഞ്ഞു ഞാൻ തയ്ച്ച് ഡ്രസ്സ് ഇട്ടിട്ട് എൻ്റെ പേര് പോലും നീ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പം എൻ്റെ ഫ്രണ്ട് ലിസിയാണ് തയ്ക്കുന്നത്. അയാൾ ഭയങ്കര തിരക്കുള്ള ആളാണ്. ഭയങ്കര തിരക്കുള്ള ആളായതുകൊണ്ട് ഇത് കൊടുത്തിട്ട് എപ്പോൾ തയ്ച്ച് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തയ്ച്ച് കിട്ടുമ്പോൾ ഇടാം എന്നേ പറയാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവളുടെ അടുത്ത് ഞാൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടുന്നത് ഒരാഴ്ചയൊക്കെ ആയിരിക്കും. പാവം അതിന് തിരക്കാട്ടോ. ഞാൻ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞതല്ല. പക്ഷേങ്കിൽ അവൾ ഭയങ്കര തിരക്കാണ്. അവൾ എപ്പോഴും തയ്യലാണ്. അപ്പോൾ എന്നാൽ കൂടി അർജന്റ് പറയുന്ന സമയത്ത് തയ്ച്ചു തരും കേട്ടോ. ഇല്ലാതൊന്നുമില്ല. ഞാൻ അർജന്റ് ചെയ്യാറില്ല. എനിക്കറിയാമല്ലോ, ഒരാളുടെ സമയമില്ലായ്മ നമുക്കറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. എന്നാൽ കൂടി കൊണ്ടുപോയി കൊടുത്തിട്ട് ഞാൻ ഒരാഴ്ചക്കകം തരണമെന്ന് പറയും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് ഈ യെല്ലോ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ കൂടെ ഷർട്ടുകളൊക്കെ കൊള്ളാമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ 200 രൂപയ്ക്ക് ഷർട്ട് കുഴപ്പമില്ലല്ലോ. അതുപോലെ തന്നെ ഇത് വന്നിട്ട് 1050ക്ക് ഈ ഡ്രസ് പീസ് നന്നായിട്ടില്ലേ? വലിയ വില കൂടുതലില്ലല്ലോ. നല്ല എംബ്രോയിഡറി മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നെക്കും ഈ നെക്കും ആ ഒരു എംബ്രോയിഡറി ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ മേടിച്ച് ഈ തുണി ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ അവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഇങ്ങനെ കുറച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കണം. അവരാ പറയുന്ന വില ഓരോ സമയത്ത് ഓരോ വിലയാണ് പറയുന്നത്. ഇന്ന് പറയുന്ന റേറ്റ് അല്ല അവർ നാളെ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കുക. ബാംഗ്ലൂരിലുള്ളവർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. നിങ്ങൾ ആരെങ്കിലും അവിടെ തുണിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.